നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലില്ലേ, കഴിച്ചിട്ടിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ടിട്ട് തുപ്പാനും വയ്യ. യഥാർത്ഥത്തിൽ ഇതാണ് ഇടതുമുന്നണിയിൽ ജോസ് കെ മാണിയുടെ അവസ്ഥ. ഒരുപാട് അസംതൃപ്തിയുണ്ട്, ഒട്ടും ഓക്കെ അല്ല, പക്ഷേ ഒന്നിട്ട് വെട്ടിത്തുറന്ന് പറയാനും വയ്യ, എന്നാൽ പറയാതെ ഇരിക്കാനും വയ്യ എന്നുള്ള അവസ്ഥയിലാണ്. പറയാതിരുന്നാൽ വിമർശനങ്ങൾ അങ്ങ് കുമിഞ്ഞുകൂടുകയാണ്. പക്ഷേ പറഞ്ഞാലോ, ഇപ്പോഴുള്ള ആ സഖ്യത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിച്ചാലോ? അല്ലെങ്കിൽ ചോദിച്ചത് 2 സീറ്റാണ്, അതിട്ട് കിട്ടിയതുമില്ല, എന്നാൽ ഉള്ള സീറ്റിട്ട് പോകാതെയും നോക്കണം. അതുകൊണ്ട് തന്നെ എങ്ങനെ വീണ്ടും എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ. വിഷയം ഇതാണ്, ബജറ്റിൽ റബ്ബറിൻ്റെ താങ്ങുവില 10 രൂപ കൂട്ടി. ഈ 10 രൂപ റബ്ബറിന് കൂട്ടി എന്നുള്ളത് ഇടതുമുന്നണി വലിയ ആഘോഷം പോലെ അല്ലെങ്കിൽ വലിയ നേട്ടം പോലെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ 10 രൂപയല്ലേ കൂട്ടിയുള്ളൂ, കുറച്ചുകൂടി കൂട്ടാമായിരുന്നില്ലേ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കർഷകരുടെയും അതുപോലെ തന്നെ ജോസ് കെ മാണിയുടെയും, എന്തിനാണ് പറയുന്നു, കേരള കോൺഗ്രസ് എമ്മിൻ്റെയും അവസ്ഥ. പക്ഷേ ഒന്നും ചോദിക്കാൻ കഴിയുന്നില്ല. ഇന്നലെയാണ് ഡൽഹിയിൽ നടന്ന LDF യോഗത്തിൽ, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ വീർപ്പുമുട്ടൽ ഒരു വരിയെങ്കിലും പറഞ്ഞ് അവസാനിപ്പിച്ചത്. റബ്ബറിൻ്റെ താങ്ങുവില കുറച്ചുകൂടി കൂട്ടാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. പക്ഷേ അപ്പോഴുണ്ട് ഇളമരം കരീം വരുന്നു. അദ്ദേഹം പറയുന്നത്, ഇത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ 10 രൂപയെങ്കിലും കൂട്ടി തന്നില്ലേ എന്നാണ്. അതായത് 10 രൂപയെങ്കിലും കൂട്ടി കിട്ടിയില്ലേ എന്നോർത്ത് സമാധാനിക്കൂ എന്നാണ് ഇളമരം കരീം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും വാർത്ത പരിശോധിക്കാം. റബ്ബർ വിലയിടിവിൻ്റെ ഉത്തരവാദി കേന്ദ്ര സർക്കാരാണെന്നും എങ്കിലും കേരളത്തിലെ റബ്ബറിൻ്റെ താങ്ങുവില ബജറ്റിൽ പ്രഖ്യാപിച്ചതിനേക്കാൾ കൂടുതൽ കൂട്ടേണ്ടതാണെന്നും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. റബ്ബർ താങ്ങുവില കൂട്ടിയത് പോരാ എന്നത് ശരിയാണെങ്കിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും 10 രൂപ കൂട്ടിയില്ലേ എന്ന് CPM നേതാവ് എളമരം കരീം. ക്ഷേമ പെൻഷനുകൾ പോലും കൂട്ടാത്തപ്പോഴും റബ്ബറിന് തുക കൂട്ടിക്കെട്ടിയെന്നും റബ്ബറിന്റെ വിഷയം LDFന്റെ പൊതുവായതാണെന്നും CPI നേതാവ് ബിനോയ് വിശ്വം സംയുക്ത പത്രസമ്മേളനത്തിൽ പറഞ്ഞു. 10 കൊല്ലത്തെ BJP ഭരണകാലത്ത് റബ്ബർ കർഷകർക്ക് ഒരു ചെറിയ സഹായം പോലും കേന്ദ്ര സർക്കാർ ചെയ്തില്ല എന്ന് ജോസ് കെ മാണി പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ നട്ടെല്ലായ റബ്ബർ കർഷകരുടെ ഉണ്ടായിരുന്ന വരുമാനം കൂടി ഇല്ലാതാക്കി സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. BJPക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ മാത്രം സഹായിക്കാമെന്ന സമീപനവും അംഗീകരിക്കാനാകില്ല എന്നും ജോസ് കെ മാണി പറയുന്നുണ്ട്. കേരളത്തിന്റെ സമ്പദ്ഘടന ചലനാത്മകമാക്കുന്നത് റബ്ബറാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ റബ്ബർ നിയമം പാസാക്കിയത് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ്. റബ്ബർ കർഷകരുടെ വരുമാനം ഇല്ലാതാക്കി ശ്വാസം മുട്ടിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ഒരു ചെറിയ സഹായം പോലും 10 കൊല്ലത്തിനിടെ ഉണ്ടായിട്ടില്ല. എന്നാൽ ചണം, പരുത്തി, പഞ്ചസാര അടക്കമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാർ സഹായം നൽകിയിട്ടുണ്ടെന്ന് ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി. ആഗോള ഉൽപ്പന്നമായ റബ്ബറിന്റെ വില കേന്ദ്ര നയത്തെ മാത്രം ആശ്രയിച്ചാണ്. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ വില കൂട്ടാനാകില്ല. റബ്ബർ ഉൽപ്പന്നങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ആന്റി ഡംപിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് 2021-22 1150 കോടിയും കഴിഞ്ഞ സാമ്പത്തിക വർഷം 1500 കോടി രൂപയും കിട്ടിയിരുന്നു. ഇത്തവണ ഒന്നുമില്ല. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടിയതിൽ തൃപ്തനാണോ എന്ന ചോദ്യത്തിന് എത്ര കിട്ടിയാലും സന്തോഷം എന്നായിരുന്നു മറുപടി. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും 10 രൂപ കൂടിയെങ്കിലും കൂട്ടണമെന്ന് മുഖ്യമന്ത്രിയോടും ധനമന്ത്രിയോടും കേരള കോൺഗ്രസ് എം ആവശ്യമുന്നയിക്കുമെന്ന് പാർട്ടി നേതാക്കൾ സൂചന നൽകി. അതായത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം നിസ്സാരമായിരുന്നു, 10 രൂപ റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചതിൽ തൃപ്തനാണോ എന്ന്. പക്ഷേ എത്ര കൂട്ടിയാലും മതിയാകില്ല എന്നാണ് ജോസ് കെ മാണിയുടെ അഭിപ്രായം. യഥാർത്ഥത്തിൽ എന്ത് മറുപടിയാണ് പറയുക എന്ന ആശങ്കയിലാണ് ജോസ് കെ മാണി. അതായത് ഈ നയങ്ങളൊന്നും തന്നെ അത്ര രസിക്കുന്നില്ല, പക്ഷേ തുറന്ന് പറയാനും വയ്യ. അതുകൊണ്ട് ഉള്ള ദേഷ്യം മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ മണ്ടയിൽ വെച്ച് കെട്ടി. അതാണ് ഇന്നലെ പത്രസമ്മേളനത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസമാണ് LDFന്റെ സീറ്റ് നില അത് തീരുമാനമായി എന്നുള്ള വാർത്ത വരുന്നത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും 2 സീറ്റുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 1 സീറ്റ് മാത്രമേ നൽകാനുള്ള സാഹചര്യം ഇപ്പോഴുള്ളൂ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ്, അത് മനസ്സിലാക്കണമെന്നുള്ളതായിരുന്നു LDFന്റെ നിലപാട്, അതായത് CPIMന്റെ നിലപാട്. അതായത് ഇപ്പോൾ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന 2 സീറ്റുകളും നൽകാനായിട്ട് സാധിക്കില്ല, ഉള്ള കോട്ടയം സീറ്റ് മാത്രം വെക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടായിരുന്നു. എന്ന് തന്നെയാണെങ്കിൽ മുന്നണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത് എങ്ങനെ പ്രകടിപ്പിക്കും എന്നുള്ള ചോദ്യമാണ് ജോസ് കെ മാണിയെ അലട്ടുന്നത്. എന്നാൽ സീറ്റ് മാത്രമല്ല വിഷയം എന്നുള്ളതാണ്. റബ്ബറും സീറ്റും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇനിയുമുണ്ട് ഏറെ വിഷയങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തോമസ് ചാഴിക്കാടനെ മുഖ്യമന്ത്രി വേദിയിലിട്ട് അപമാനിച്ചത്. വലിയ പ്രതിഷേധം സ്വാഭാവികമായും ആർക്കും തോന്നും. പക്ഷേ അന്നും ജോസ് കെ മാണിയും കൂട്ടരും സംയമനം പാലിച്ചു. എന്നാൽ വിമർശനം നേരിട്ട് കേട്ട തോമസ് ചാഴിക്കാടന് പോലും ഒരക്ഷരം പോലും പ്രതികരിക്കാനാകാതെ മിണ്ടാതെ ഇരിക്കേണ്ടി വന്നു.
പിന്നീടാണ് സജി ചെറിയാൻ്റെ പ്രശ്നമുണ്ടായത്. അതായത് അപ്പവും വീഞ്ഞും എന്നുള്ള പരാമർശമെല്ലാം തന്നെ ക്രൈസ്തവ വിരുന്നുമായി ബന്ധപ്പെട്ടുകൊണ്ട് സജി ചെറിയാൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പരാമർശത്തിലും കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കേരള കോൺഗ്രസ് എമ്മിന് സാധിച്ചില്ല എന്നുള്ളത് വലിയ തോൽവി തന്നെയാണ്. പക്ഷേ ഇതെല്ലാം തന്നെ തങ്ങളുടെ തോൽവിയാണെങ്കിൽ പോലും പരിഹാസമാണ് സഹിക്കാനാകാത്തത്. കേരള കോൺഗ്രസ് എം ജോസ് കെ മാണി, അതായത് കേരള കോൺഗ്രസ് എമ്മിന് ഇത്ര വലിയ പരാജയങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ നേരിടുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ജോസഫ് പക്ഷത്തു നിന്നെല്ലാം തന്നെ കനത്ത വിമർശനങ്ങൾ വരുന്നുണ്ട്. ഒന്ന് വാ തുറന്ന് മിണ്ടിക്കൂടെ, ഒന്ന് പ്രതികരിച്ചൂടെ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. പക്ഷേ ഈ ഇടതുമുന്നണിയിൽ മിണ്ടിക്കഴിഞ്ഞാൽ ഉള്ള സീറ്റ് കൂടി പോകുമോ എന്നുള്ള ഭയമാണ് ജോസ് കെ മാണിക്ക്. അതുകൊണ്ടാണ് ഇന്നലത്തെ ആ പത്രസമ്മേളനത്തിൽ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് കുറച്ചുകൂടി കൂട്ടാമായിരുന്നു. കാരണം റബ്ബർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല ആഗോളതലത്തിൽ പോലും ഇത്ര വലിയ ഒരു ഘടകമാണ്, അത്ര വലിയ വ്യാവസായിക ഉൽപ്പന്നമാണ്. അതുകൊണ്ട് കുറച്ചുകൂടി കൂട്ടാമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അപ്പോഴുമുണ്ട് ഇളമരം കരീമിൻ്റെ ആണെങ്കിലും ബിനോയ് വിശ്വത്തിൻ്റെ ആണെങ്കിലും ഇടപെടൽ എന്ന് പറയുന്നത് കിട്ടിയതും വാങ്ങി മിണ്ടാതിരിക്കുകേ എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇത്ര വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഇത്രയെങ്കിലൊക്കെ തന്നില്ലേ, അതും കൊണ്ടുപോയി സമാധാനിച്ചൂടെ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. അതായത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വായടപ്പിച്ചു എന്ന് സാരം. അതുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിന്നില്ല. സംസ്ഥാന സർക്കാരിനോട് യാതൊരു ആക്ഷേപവുമില്ല. പഴി മുഴുവൻ കേന്ദ്ര സർക്കാരിൻ്റെ മണ്ടയിൽ വെച്ച് കെട്ടി. എന്നാൽ കുറച്ചു കാലങ്ങൾക്ക്, അതായത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ ഭരണകാലത്ത് ആ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് റബ്ബറിൻ്റെ താങ്ങുവില. അന്ന് റബ്ബറിൻ്റെ താങ്ങുവില എന്ന് പറയുന്നത് 145 രൂപയായിരുന്നു. ആ സമയത്താണ് റബ്ബറിൻ്റെ താങ്ങുവില 250 രൂപയായി ഉയർത്തും എന്നെല്ലാം തന്നെ പ്രഖ്യാപനമുണ്ടായത്. പക്ഷേ അതെല്ലാം തന്നെ കേവലം ആ പ്രകടന പത്രികയിലെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് സാരം. ഇന്നിപ്പോൾ എന്തോ ഔദാര്യം പോലെയാണ് 170 നിന്നും 10 രൂപ കൂടി കൂട്ടി 180 രൂപയെ കൊടുത്തിട്ടുള്ളത്. ഇതുതന്നെയാണ് കഴിഞ്ഞ ദിവസം PC ജോർജ് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. PC ജോർജിൻ്റെ ഭാഷയിൽ പറഞ്ഞത് അത് കടുത്ത ആക്ഷേപമായിട്ടാണ് അദ്ദേഹം അതിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് 250 രൂപ എന്ന് പറയുമ്പോൾ 250 എത്തിച്ചില്ലെങ്കിലും ഒരു 20-ഓ 30-ഓ എങ്കിലും കൂട്ടി കൊടുത്തുകൂടായിരുന്നോ എന്നുള്ളൊരു ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. അപ്പോൾ എന്തിനോ വേണ്ടി, ആരുടെ വായടപ്പിക്കാൻ വേണ്ടി കൂട്ടിയോ എന്ന് ചോദിച്ചാൽ കൂട്ടി എന്ന് പറയണം, കൂട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ കൂട്ടിയിട്ടില്ല എന്നുള്ള ഉത്തരം പറയണം. ചില കാര്യങ്ങളിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് അത് തന്നെയാണ് ഇത്തവണ LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു ബജറ്റ് എന്ന് പറയുന്നത് തന്നെയായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊന്നും തങ്ങൾക്ക് നേരെ വരാൻ പാടില്ല. പക്ഷേ തങ്ങളുടെ കയ്യിൽ കാര്യങ്ങളെല്ലാം സേഫ് ആയിരിക്കണം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ബജറ്റ് അത്ര കണ്ട് നിർണായകമാണ് എന്നുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം കൂടിയായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ അവസ്ഥയാണെങ്കിൽ കേന്ദ്രം കൊടുക്കാനുള്ള വിഹിതമിട്ട് കൊടുക്കുന്നുമില്ല. കേരളമാണെങ്കിൽ ദൂർത്തടി എന്നുള്ള ആക്ഷേപവുമുണ്ട്. കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് അത്രയധികം തന്നെ വല്ലാതെ കുത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ശമ്പളം കൊടുക്കാൻ പോലും വായ്പ എടുക്കേണ്ട അവസ്ഥയിലാണ് ഇന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഈ സാഹചര്യത്തിൽ എങ്ങനെ ഒരു ബജറ്റ് കൊണ്ടുപോകും എന്നുള്ളൊരു വലിയൊരു ആശങ്കയുണ്ടായിരുന്നു. ഇനി ബജറ്റിൽ എന്ത് മാജിക്കാണ് ബാലഗോപാൽ കാണിക്കുക എന്നുള്ളൊരു ആകാംക്ഷ നമ്മൾക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സാരം. പക്ഷേ അതുകൊണ്ട് എല്ലാത്തിനും ഒറ്റുത്തരം, സെസ് പിൻവലിച്ചില്ല. സെസ് പിൻവലിക്കേണ്ട സമയമാകുമ്പോൾ പിൻവലിക്കുമെന്നാണ് ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നികുതി കൂട്ടാൻ ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇനിയും ഒരുപാട് മേഖലകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ നികുതിയിൽ വലിയ ഇരുട്ടടി ഇല്ലെങ്കിൽ പോലും അത്ര ജനപ്രിയമായിരുന്നില്ല ബജറ്റ് എന്ന കാര്യം തീർച്ചയാണ്. അതായത് ജനങ്ങളെ വല്ലാതെ ദ്രോഹിച്ചു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നില്ല എങ്കിലും ജനങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഈ ബജറ്റ് കൊണ്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് പക്ഷേ ജോസ് കെ മാണിക്ക് നല്ല വെടുപ്പായിട്ട് അറിയാം. പക്ഷേ ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യമാണ്. ആവശ്യപ്പെട്ടിരുന്ന 2 സീറ്റ് ഇടുക്കിയിൽ കൂടി ആവശ്യപ്പെട്ടിരുന്നു. അത് പിന്നെ ആദ്യമേ തന്നെ എഴുതി തള്ളപ്പെട്ടതാണ്. ഇടുക്കി എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏറെ നിർണായകമായ സ്ഥലമാണ്, വോട്ട് അധികം കിട്ടാനുള്ള സാധ്യതയുള്ള സ്ഥലമാണെന്നെല്ലാം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒരു ആവശ്യപ്പെടലുണ്ടായിരുന്നു. പക്ഷേ അത് അധികം ആരും അറിയാതെ പോയി. ആ വാർത്ത അത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയി. അത് അവഗണിക്കപ്പെടുകയായിരുന്നു. പിന്നെ അതിനുശേഷമാണ് പത്തനംതിട്ട എന്നുള്ളൊരു ആവശ്യമായി വന്നത്. അതും തഴയപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്ത് തന്നെയാണെങ്കിലും 10-ാം തീയതി ചേരുന്ന യോഗത്തിൽ സീറ്റിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. അവിടെയും സാരമായ മാജിക്കുകളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇപ്പോൾ സജി ചെറിയാൻ്റെ പ്രശ്നമാണെങ്കിലും തോമസ് ചാഴിക്കാടനേറ്റ വിമർശനമാണെങ്കിലും ഇപ്പോൾ ഈ റബ്ബറിൻ്റെ വിലയാണെങ്കിലും സീറ്റിൻ്റെ കാര്യമാണെങ്കിലും എല്ലാം തന്നെ തങ്ങൾക്ക് ഉള്ളിൽ വീർപ്പുമുട്ടുകയാണ് എന്നുള്ള വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഉരിയാടാതെ എല്ലാം തലകുലുക്കി കേട്ട് ഇരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ അഥവാ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലപാട് എന്ന് പറയുന്നത്.